ഹായ് ചങ്കളെ, എല്ലാവർക്കും മർഫിൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയാണത്. ഗരം മസാലയൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് കിട്ടും. വളരെ സിമ്പിളായി ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് തന്നെ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പൊട്ടാറ്റോ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ഉരുളൻകിഴങ്ങും 2 മീഡിയം സൈസ് സവാളയുമാണ്. ഇനി ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ഉരുളൻകിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളത്തിലിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കാം. വെള്ളത്തിലിടുന്നു പറഞ്ഞാൽ കറുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പരമാവധി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രമിക്കുക, അതിലാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പട്ട മുറിച്ചെടുത്തതും 6 ഏലക്കയും 5 ഗ്രാമ്പുവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് 2 മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിനെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് മീഡിയം തീയിൽ വെച്ച് കുറച്ച് സമയം ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നാലേ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഉള്ളിയൊക്കെ ഇപ്പോൾ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി ഒരു 3 പച്ചമുളക് നൈസായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട എരിവ് അനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ജസ്റ്റ് 10 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 തണ്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്തുടഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ മീഡിയം തീയിൽ വേവിച്ചെടുക്കുക. തക്കാളി നല്ല പഴുത്തതെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തക്കാളി നല്ലപോലെ കുക്കായില്ലെങ്കിൽ കറിക്ക് പുളി കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ കറിക്ക് ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് കിട്ടാൻ നമ്മൾ സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും അഥവാ വലിയ ജീരകം, അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡറും ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മസാലയൊക്കെ ഇവിടെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരുന്ന ഉരുളൻകിഴങ്ങാണ്, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം പരുവത്തിൽ വെച്ചിട്ട് 1 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഇളക്കി നല്ലപോലെ മസാലയൊക്കെ അതിലേക്ക് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സ്പെഷ്യലായിട്ട് എടുത്തിട്ടുള്ള 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതൊരു അരമുറി തേങ്ങയിലേക്ക് 1 കപ്പ് വെള്ളമൊഴിച്ച്
മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. ഇതിന് പകരം കോക്കനട്ട് പൗഡറും യൂസ് ചെയ്യാം. 1 കപ്പ് വെള്ളത്തിൽ പൗഡർ കലക്കി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്തതിന് ശേഷം 8 മുതൽ 12 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം 12 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്നു നോക്കിയപ്പം ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലുള്ള ഉരുളൻകിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗ്രേവിയൊക്കെ നല്ല പാകത്തിന് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ദോശയുടെയും ചപ്പാത്തിയുടെയും ബെറോട്ടയുടെയും ചൂട് ചോറിൻ്റെയും ഏതിൻ്റെയും നമുക്ക് കഴിക്കാം. നിങ്ങളുടെ വീടുകളിൽ ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ ഇതുപോലെ ഉരുളൻകിഴങ്ങ് കറി വെച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു നുള്ളു കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്നു നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കറി എങ്ങനെ ഇരിക്കണമെന്ന് നോക്കിയേ. അടിപൊളിയായിട്ടുണ്ട്. കറിയൊക്കെ വറ്റി നല്ല പാകത്തിനായിട്ടുണ്ട്. നമ്മുടെ ഇറച്ചിക്കറി പോലെ തയ്യാറാക്കിയ ഉരുളൻകിഴങ്ങ് കറി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. കാണാൻ എന്ത് മനോഹരം നോക്കി. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളിയാണ്. ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ. അടിപൊളി ടേസ്റ്റ് ആണ്, കഴിക്കാൻ സൂപ്പറാണ്. അതിന്റെ മണവും രുചിയും അതേ ഇറച്ചിക്കറിയുടെ ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. എല്ലാവരും ഇന്ന് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണേ. ഇതിലും നല്ല കിടിലം കിടുക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ നിങ്ങളുടെ സ്വന്തം ബൈ ബൈ.